പാകിസ്ഥാൻ നേതാവ് ശ്രീ റാഫേൽ തട്ടിൽ പഹൽഗാം തീവ്രവാദ അറ്റാക്കിന് ശേഷം ഇന്ത്യ നടത്തിയ സിന്ദൂർ ഓപ്പറേഷനെ പറ്റി മേജർ രവി ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡിഫൻസ് നേതാക്കന്മാരുടെ ഗുണവിശേഷങ്ങളെപ്പറ്റി പ്രതിപാദിക്കുകയുണ്ടായി. അതിലെടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. എവിടെയൊക്കെ പ്രതിസന്ധി നേരിട്ടാലും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഉദ്യോഗസ്ഥ നേതാക്കന്മാർ എപ്പോഴും മുന്നിലായിരിക്കും ഉണ്ടാകുക എന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ജീവൻ നൽകേണ്ടി വന്നാലും അവർ മുന്നിലായിരിക്കും. എൻ്റെ ജീവൻ എടുത്താലേ നിനക്ക് എൻ്റെ പിള്ളേരെ തൊടാൻ പറ്റൂ എന്ന മനോഭാവം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രതിരോധം ഏതൊക്കെ ഓപ്പറേഷൻസ് അറ്റാക്കുകൾ നേരിട്ടിട്ടുണ്ടോ, കാഷ്വാലിറ്റി ഏറ്റവും അധികം ഉണ്ടായിട്ടുള്ളത് നേതാക്കന്മാർക്കാണ്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു നേട്ടമാണ്. പ്രതിരോധ മേഖലയ്ക്ക് മാത്രം. അതേസമയം പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ പ്രതിരോധ നേതാക്കന്മാർ എപ്പോഴും പിന്നിലായിരിക്കും. എൻ്റെ പണിക്കാരെ കൊന്നാലേ നിനക്കെന്നെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന മനോഭാവം. ഒരു പണിയെടുത്തില്ലേലും ഇവരുടെ കുപ്പായത്തിൽ ഒരുപാട് പതക്കങ്ങൾ കാണാൻ പറ്റും. പിന്നിൽ നിന്നും നയിച്ചതിന് ലഭിക്കുന്ന സമ്മാനങ്ങൾ. ഏതൊരവസ്ഥയിലും രാജ്യം വിടാനുള്ള ഒരുക്കത്തിലായിരിക്കും ഭീരുക്കളായ പാകിസ്ഥാൻ നേതാക്കന്മാർ. ഇക്കൂട്ടർക്ക് തങ്ങളുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. എൻ്റെ ജീവിതം സേഫ് ആക്കണം, അതിനുവേണ്ടി ആരെ വേണമെങ്കിലും ഞാൻ ചതിക്കും, ഒറ്റിക്കൊടുക്കും. അതിന് ഞാൻ ഏതറ്റം വരെയും പോകും. ഇവർക്ക് എല്ലാവരും അടിമകളാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ നേരിട്ടിട്ടുള്ള ഏതൊരു അറ്റാക്ക് നോക്കിയാലും കാഷ്വാലിറ്റിയിൽ സഹപട്ടാളക്കാർ മാത്രമേ ഉള്ളൂ. നാളിതുവരെയായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ ഇന്നലെ വരെ നടന്ന പ്രശ്നങ്ങളെപ്പറ്റി പാതിരാത്രി ഇരുന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ചില ചിന്തകളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ നേതാക്കളെ എനിക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആളെന്ന പേരിൽ നടക്കുന്ന ശ്രീ റാഫേൽ തട്ടിലും സംഘത്തിലും കാണാൻ സാധിക്കുന്നു. ഒന്ന്, എപ്പോഴും പിറകിലായിരിക്കും. മേജർ ആണെങ്കിലും മുന്നിൽ ചെല്ലുവാനുള്ള ധൈര്യം ഉണ്ടാകില്ല. രണ്ട്, പ്രതിസന്ധി എന്തെങ്കിലും വരും എന്നറിഞ്ഞാൽ അപ്പോൾ തന്നെ സ്ഥലം വിടുവാനുള്ള ഒരുക്കങ്ങൾ എപ്പോഴും ചെയ്തു വച്ചിട്ടുണ്ടാകും. മൂന്ന്, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആരൊക്കെ ചോദ്യം ചെയ്താലും ഉത്തരം പറയാൻ പറ്റില്ല, കയ്യിലിരിപ്പുണ്ടായിരിക്കില്ല കേട്ടോ. നാല്, ഞാൻ പറയും, അതങ്ങ് കേട്ടാൽ മതി, കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. അഞ്ച്, ഞാൻ രാജാവാണ്, സീറോ മലബാർ രാജാവ്, ബാക്കിയുള്ളവർ എൻ്റെ അടിമകൾ. ആറ്, നേട്ടങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരുപാട് പതക്കങ്ങൾ ഉണ്ടാകും. ഏഴ്, ക്രിസ്തു ഉണ്ടോ എന്നത് ഒരു വലിയ ചോദ്യമാണ്, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. എട്ട്, വസ്ത്രം എപ്പോഴും തിളക്കമുള്ളതായിരിക്കും, അഴുക്ക് ലെവലേശം ഉണ്ടാകില്ല. ചുവന്ന പാദരക്ഷകൾ, സ്വർണ്ണ നൂല് കൊണ്ട് നെയ്ത പട്ടുവസ്ത്രം, സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു വടി ഇടതുകൈയിൽ, അതിൽ ഒരു ക്ലാവർ, വലതുകൈയിൽ വീണ്ടും ഒരു ക്ലാവർ, ഒരു പഴം തുണി തൂക്കിയിട്ടിട്ടുമുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള അലങ്കാര പണികൾ തിരുനാളിന് രൂപക്കൂടിലേ കാണാറുള്ളൂ. രൂപക്കൂട് ഇത്രയും ഓവറായിരിക്കില്ല. ഇതൊക്കെ ധരിക്കുന്ന വ്യക്തികൾക്കും വേണ്ടേ ഒരു നാണം. 9, അന്യായ തൊലിക്കെട്ടി. 10, ബാക്കിയുള്ളവരെ ഉപദേശിക്കുന്നതിൽ പ്രതിഭാസമാണ്. വാക്കിലെല്ലാം ഉണ്ട്, പ്രവൃത്തിയിൽ ഒന്നുമില്ല. 11, സുഹിപ്പിക്കാൻ നല്ല കഴിവ്, കേട്ടാൽ ആരും വിശ്വസിച്ചു പോകുന്ന തരത്തിലുള്ള പ്രസംഗ പാടവം. 12, ഇഷ്ടമുള്ളവരെ മാത്രം ചേർത്ത് പിടിക്കും, ബാക്കിയുള്ളവരെ തട്ടിമാറ്റാനും ഒരു മടിയില്ല. 13, വിശ്വസിക്കാൻ പറ്റില്ല, ചതിയാണ് മെയിൻ. 14, സ്വന്തമായി ഒരു നിലപാടില്ല. മേജർ ആണെങ്കിലും അതിനുള്ള അധികാരം സംഘത്തിലെ മറ്റു പലർക്കുമാണ്. മേജർ ഒരു ബിനാമി മാത്രമാണ്. മുന്നിൽ നിർത്താൻ ആരെയെങ്കിലും വേണമല്ലോ, അതിനുവേണ്ടി ഒരാൾ മേജറായി. 15, മെത്രാൻ സംഘത്തിലെ തീവ്രവാദി കൂട്ടർ പറയുന്നത് അതേപടി പ്രവർത്തിക്കുന്ന ഒരു ശ്രീ. 16, ഒരു വൈദികനാണ്, ഒരു മെത്രാനാണ്, ഒരു മേജർ ആർച്ച് ബിഷപ്പാണ് എന്നുള്ള ഒരു ഗ്രാഹ്യവുമില്ലാത്ത വ്യക്തി. 17, സ്വന്തം വീട്ടിലെ പ്രശ്നം തീർക്കുന്നതിലല്ല ശ്രദ്ധ, സമൂഹം നന്നാക്കുക, അതാണ് മെയിൻ. അതാകുമ്പോൾ നല്ല വില കിട്ടുമല്ലോ. എനിക്ക് ഇവിടെ മാത്രമല്ലടാ, അങ്ങ് കേന്ദ്രത്തിലുമുണ്ട് പിടി. കേന്ദ്രവുമായുള്ള പിടിയെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ. 18, മനസാക്ഷി തൊട്ട് തീണ്ടിയിട്ടില്ല. കാണാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ മനസാക്ഷി താനേ ഉണരും. 19, പല രാജ്യങ്ങളിലും പല സ്ഥാപനങ്ങളിലും വ്യക്തിപരമായി ഷെയറുള്ള ശ്രീ റാഫേൽ തട്ടിൽ. ഇദ്ദേഹത്തിന് മാത്രമല്ലട്ടോ, ഭൂരിഭാഗം സ്ത്രീകൾക്കും ഉണ്ടെന്നതാണ് സത്യം. എല്ലാത്തിൻ്റെയും വിവരങ്ങൾ കയ്യിലുണ്ട്. ഈ പണമൊക്കെ എവിടെ പോകുവാണോ ആവോ. 20, മേജർ ആയതിൽ പിന്നെ പ്രശ്നങ്ങൾ മാത്രം. 21, ക്രിമിനൽസിനോട് ഒരു പ്രത്യേക പ്രിയമുണ്ട്, അവരെ മാക്സിമം ചേർത്ത് നിർത്തും. സ്വന്തം കൊള്ളരുതായ്മകളും കള്ളത്തരങ്ങളും ഈ ക്രിമിനൽസ് പുറത്തുവിടും എന്ന് പേടിയുള്ളത് കൊണ്ടല്ല, എന്തോ എനിക്കിഷ്ടമാണ്. 22, പണമാണ് മെയിൻ. പണത്തിൽ വീഴാത്ത മെത്രാന്മാരുണ്ടോ? ഉണ്ടായിരുന്നു.
അവരൊക്കെ ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. ഈശോ ചോദിക്കുന്നുണ്ട്, നീതിമാനായി ഇപ്പോൾ ആരെയും സീറോ മലബാർ സഭയിൽ കാണുന്നില്ലല്ലോ. 23 പരിപാടികളിൽ പ്രമുഖ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നെറ്റി ചുളുങ്ങുന്ന പ്രകൃതം. 24 പാവപ്പെട്ടവരോട് ദയ കാണിക്കണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം തള്ളിവിടുവാൻ അറിയാം. ഇതിനെപ്പറ്റി വല്ല ധാരണയുണ്ടോ? 25 ഫിലോസഫി, തിയോളജി, ഡോക്ടറേറ്റ്, മെത്രാൻ, മേജർ, ഇതൊന്നും ഒരു മനുഷ്യനാവാൻ സഹായിച്ചിട്ടില്ല എന്നതാണ് സത്യം. 26 ചെയ്തു കൂട്ടുന്ന അധാർമികമായ പ്രവർത്തനങ്ങൾ കുന്നുകൂടുമ്പോൾ എങ്ങനെ ഇതെല്ലാം മറയ്ക്കാം എന്നതിനെ പറ്റിയുള്ള ചർച്ചകളിൽ മുഴുകുന്നു. 27 ഉഡായിപ്പ് ചെയ്യാൻ കൂട്ടുനിന്ന ആരെയും ഒറ്റിക്കൊടുക്കില്ല. സ്നേഹം കൊണ്ടല്ല കേട്ടോ, പേടി കൊണ്ടാണ്. അങ്ങനെ ചെയ്താൽ താനും പെടും എന്നുള്ള ഭയം കൊണ്ട്. 28 തിന്മ ചെയ്യുന്നവരല്ല ഈ ലോകം നശിപ്പിക്കുക. ഒരു പ്രശ്നം നടക്കുമ്പോൾ അത് തന്നെ ബാധിക്കില്ല എന്ന ഭാവത്തോടെ നിഷ്പക്ഷ മനോഭാവം പുലർത്തുന്നവർ, ഇക്കൂട്ടരാണ് ലോകം നശിപ്പിക്കുന്നത്. അത് തിരുമേനിമാരായാലും വൈദികരായാലും അൽമായരായാലും. സിനഡിലെ ആൾക്കാർ ഒന്നും പ്രതികരിക്കാത്തതിൻ്റെ ഏക കാരണം അവർ ഭയക്കുന്നുണ്ട്. തങ്ങളുടെ കഴിഞ്ഞതും നിലവിലുള്ളതുമായ ചെയ്തികളെ ഭയക്കുന്നു. തലപൊക്കിയാൽ, പ്രതികരിച്ചാൽ പിന്നെ പണി തീർത്തു തരും. പരസ്പരം എല്ലാവർക്കും എല്ലാവരെയും പറ്റി നല്ല ധാരണ ഉണ്ടാകുമല്ലോ. നീതിമാനായ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നലെ എറണാകുളം അരമനയുടെ മുൻപിൽ കുറച്ചു സമയം വന്നിരുന്നു. അവിടെ സഭയെ സ്നേഹിക്കുന്ന കൂട്ടരിലെ ഒരാൾ ഉയർന്ന ശബ്ദത്തിൽ പോലീസുകാരോട് വിമതരെ പറ്റി പറയുന്നത് കേട്ടു. ഇവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, എൻ്റെ സഹോദരങ്ങളാണ്. ഞങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് ഇവിടുത്തെ മെത്രാന്മാരാണ് എന്ന്. മനഃപൂർവ്വം എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി പറഞ്ഞതാണോ അതോ അറിയാതെ മനസാക്ഷി പറഞ്ഞു പോയതാണോ എന്നറിയില്ല. എന്തോ അത് കേട്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി. തിരുമേനിമാർ ക്രിമിനൽ കൂരിയായ മാറ്റാത്തതിൻ്റെ പിന്നിൽ കേൾക്കുന്ന ഒരു കാരണം ഇങ്ങനെയാണ്: അവരെ മാറ്റിയാൽ തങ്ങളുടെ കള്ളക്കളികൾ പുറത്തു വരും എന്നുള്ള ഒരു അറിവായിരുന്നു. ക്രിമിനൽ കൂരിയ പാതിരിമാർ എല്ലാം പുറത്തു പറയും എന്നുള്ളതാണ്. ഇനി മാറ്റിയാൽ തന്നെ അവർ ആവശ്യപ്പെടുന്നത് നൽകിയില്ലെങ്കിൽ അതും തിരുമേനിമാർക്ക് പ്രശ്നമാകും. കൊള്ളരുതായ്മകൾ മറയ്ക്കുവാൻ നെട്ടോട്ടമോടുന്നവർ, ഇതൊക്കെ പുറത്തു വരാതെ എവിടെ പോകാൻ? ഒരു കാര്യം തീർച്ചയാണ്, സീറോ മലബാർ സഭയിലെ ഭൂരിഭാഗം തിരുമേനിമാരും തെറ്റുകൾ ചെയ്ത് മനസാക്ഷി നഷ്ടപ്പെട്ടവരാണ് എന്നുള്ള സത്യം. പണ്ടൊക്കെ സീറോ മലബാർ എന്ന നാമം അധികം ഉപയോഗിച്ച് കേൾക്കാറുണ്ടായിരുന്നില്ല. സഭാ വേർതിരിവ് അന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല. എല്ലാവരും ഒരുപോലെ എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എവിടെ നോക്കിയാലും സീറോ മലബാർ സഭ, പ്രശോഭയോടെ പരിമളം വീശുന്ന എന്തോ ഒരു പേര്. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്ക് സ്വതന്ത്ര സഭയായി പോയിക്കൂടെ എന്ന്. പോകാൻ അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം. സീറോ മലബാർ സഭയുടെ ഒരു വലിയ ഭാഗമേ ഇല്ലാതാകുന്ന ഒരു പ്രക്രിയയായി തന്നെ അത് മാറും. പിന്നെ ഇവിടുത്തെ തിരുമേനിമാർ അതിനെ അനുവദിക്കാത്തതിൻ്റെ മറ്റൊരു കാരണം ഇവിടുത്തെ സമ്പത്തിലേക്കുള്ള അവരുടെ നോട്ടമാണ്. കുറേയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട്, മതിയായിട്ടില്ല. പിന്നെ മേൽജാതി പറയാൻ ഒരു 6 ലക്ഷം ഇല്ലാതാവും. ചത്താലും ഇക്കൂട്ടർ അതിന് സമ്മതിക്കില്ല. അതിരൂപത വിശ്വാസികൾ സ്വതന്ത്ര സഭയാകാനാണ് ആഗ്രഹിക്കുന്നത്, എന്നാൽ അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം. തിരുമേനി സ്വാമിമാരോടും മേജർ സ്വാമിയോടും ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നേരാനേരം 10 സ്റ്റാർ സംരക്ഷണവും ഭക്ഷണവും ലഭിക്കുന്നില്ലേ? വെയിലും മഴയും തരണം ചെയ്യാൻ മുന്തിയ AC കാർ ഉണ്ടല്ലോ അല്ലേ? കാലിൽ വീഴാനും മോതിരം ചുംബിക്കുവാനും സുഖിപ്പിച്ച് ഡയലോഗ് അടിക്കുവാനും കുറേ പ്രജകളുമില്ലേ? എല്ലാ മാസവും ഇന്റർനാഷണൽ ട്രിപ്പുകളും വിനോദത്തിനും ഒരു കുറവുമില്ലല്ലോ. ഒന്നിനും ഒരു കുറവുമില്ലല്ലോ അല്ലേ? ഒരു കാര്യം അറിഞ്ഞോളൂ, നിങ്ങളിൽ ക്രിസ്തുവില്ല എന്ന സത്യം രാജാവായി ഞെളിഞ്ഞു നടക്കുന്ന എല്ലാ തിരുമേനി സ്വാമിമാരോടും പറയുന്നു. ഇതെല്ലാം പാവം അൽമായരുടെ അധ്വാനമാണ്. ഒരു ലജ്ജയും ഇല്ലാതെ ജീവിക്കുന്നില്ലേ നിങ്ങൾ? ഒരൊറ്റ കാരണമുള്ളൂ, നിങ്ങളിലെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു. തലയിൽ കുറേ വചനമുണ്ടാകും, ആശയങ്ങളുണ്ടാകും, ഇതൊന്നും ഹൃദയത്തിലില്ല. ചൂണ്ടിക്കാണിക്കാനായി മാതൃകയായി ഈ സീറോ മലബാർ സഭയിൽ ഒരൊറ്റ തിരുമേനിയെയും പോലും കാണുന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പണ്ടൊക്കെ മെത്രാന്മാരെ പിതാവേ എന്ന് വിളിക്കുന്നതിന് മനസ്സ് അനുവദിച്ചിരുന്നു. അവർ യഥാർത്ഥത്തിൽ പിതാക്കന്മാരായിരുന്നു. ഇപ്പോൾ ഉള്ളത് രാജാക്കന്മാരല്ലേ? മനസ്സിൽ നിങ്ങളോട് ഒരു ബഹുമാനവുമില്ല. പിന്നെ ഏതു വിധേനയും ബഹുമാനം സമ്പാദിക്കുന്നവരല്ലേ നിങ്ങൾ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കുഴപ്പം? പലരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ കുറിപ്പിലുണ്ടെന്ന് കരുതുന്നു. കൂടുതൽ എഴുതണം എന്നുണ്ടായിരുന്നു, സമയം കിട്ടുന്നത് പോലെ എഴുതും എന്ന് മോഹൻ ജോസഫ്.